വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. അപ്പോൾ പറഞ്ഞ് നമ്മുടെ CUT നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ടല്ലേ. എന്നാണ് ഡേറ്റ് വന്നിരിക്കുന്നത്? മാർച്ച് 20th നമ്മുടെ CUTയുടെ ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലോബ് ഈസ് പ്രൈമർലി അസോസിയേറ്റഡ് വിത്ത് തിങ്കിങ്, റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏതാണ് ആൻസർ എന്നുള്ളത്? നമ്മുടെ ബ്രെയിനിനെ 4 ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ. അതിൽ ഏത് ലോബാണ് കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ആയിട്ടുള്ള തിങ്കിങ്ങും റീസണിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ഒക്കെ കൈകാര്യം ചെയ്യുന്നത്? നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന്. നമ്മുടെ ആൻസർ വരുന്നത് ഫ്രണ്ടൽ ലോബാണ് അല്ലേ. ഫ്രണ്ടൽ ലോബാണ് തിങ്കിങ്ങും അതുപോലെ തന്നെ റീസണിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള ലോബ്സിൻ്റെ ഫങ്ഷൻ കൂടി നമുക്കൊന്ന് നോക്കാം അല്ലേ. ഏതൊക്കെയാണ് ബാക്കിയുള്ള ലോബ്സ്? ടെമ്പറൽ ലോബ്, ഓസിപിറ്റൽ ലോബ്, പാരേറ്റൽ ലോബ് അല്ലേ. ടെമ്പറൽ ലോബ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ 2 സൈഡിലുമായി കാണപ്പെടുന്നതാണ് ടെമ്പറൽ ലോബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലൊക്കെ അധികം വരാൻ സാധ്യതയുള്ളത് എന്താണ്? നമ്മുടെ കേൾവിയാണ് മേജറായിട്ട് ടെമ്പറൽ ലോബിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എന്താണ്? ഓസിപിറ്റൽ ലോബ്. എന്തിനാണ് ഓസിപിറ്റൽ ലോബ് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്? വിഷൻ. ഓസിപിറ്റൽ ലോബ് എവിടെ കാണപ്പെടുന്നത്? നമ്മുടെ ബാക്ക് സൈഡിലാണ് കേട്ടോ. ഓക്കെ, നമ്മളെ ഫ്രണ്ടൽ ലോബിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഓസിപിറ്റൽ ലോബ് കാണപ്പെടുന്നത്. അതിൻ്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വിഷൻ ആണ്. പിന്നെ 4മത്തേതാണ് പാരേറ്റൽ ലോബ് എന്ന് പറയുന്നത്. പാരേറ്റൽ ലോബ് ഈ മേൽഭാഗത്താണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മേജർ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെൻസ് ഓർഗൻസിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ വരുന്നത് ഏതിലാണ്? പാരേറ്റൽ ലോബിലാണ്. അപ്പം 4 മറന്നു പോയത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ലോബ്സിൻ്റെയും ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ക്വസ്റ്റ്യൻ വരാൻ വളരെ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഒന്ന് നോക്കിയേ, പോസിറ്റീവ് സ്ട്രെസ് ഈസ് നോൺ ആസ്. എന്താണ് പോസിറ്റീവ് സ്ട്രെസ്സിന്? ഇതിൽ ഏതായിട്ടാണ് നമ്മൾ പറയുക? പ്ലഷർ ആണോ, ഡിസ്ട്രെസ് ആണോ, PTSD ആണോ, യൂസ്ട്രെസ് ആണോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് നോക്കിയാലോ. യെസ്, ഇതിൻ്റെ ആൻസർ വരുന്നത് യൂസ്ട്രെസ് ആണ് അല്ലേ. എന്താണ് സ്ട്രെസ് എന്ന് പറയുന്നത്? നമുക്ക് നമ്മുടെ ലൈഫിൽ ത്രെട്ടണിങ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന അല്ലേ ഒരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ സ്ട്രെസ് 2 ടൈപ്പ് ഉണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. 2 ടൈപ്പ് ഏതൊക്കെയാണ്? ഒന്ന് യൂസ്ട്രെസ്സും ഒന്ന് ഡിസ്ട്രെസ്സും. ഈ ഡിസ്ട്രെസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഫീലിങ്സ് ഉണ്ടാക്കുന്ന ഒരു സ്ട്രെസ്. ഇപ്പം നമ്മളുടെ ആരെങ്കിലും മരിച്ചു പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വർക്ക് ലോഡ് വരുന്ന സമയത്തോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്ട്രെസ് ഇല്ലേ, ആ സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നേരെ മറിച്ച് നമ്മൾക്ക് ഒരു പോസിറ്റീവ് വേയിലുള്ള ഒരു പോസിറ്റീവ് സ്ട്രെസ്സായിട്ട് നമ്മൾ പറയുന്നതാണ് യൂസ്ട്രെസ് എന്ന് പറയുന്നത്. ഇപ്പം അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പം നമ്മുടെ കല്യാണമാണ് അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ ആണ്. നമ്മുടെ കല്യാണത്തിൻ്റെ അന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്ട്രെസ് ഇല്ലേ, നമുക്ക് ഹൈലി ആങ്ഷ്യസ് ആയിട്ട് നമ്മുടെ എക്സൈറ്റ്മെൻറ്റോടൊക്കെ കൂടിയിട്ട് നമുക്ക് തോന്നുന്ന ഒരു സ്ട്രെസ് ഇല്ലേ, അതിനെയാണ് നമ്മൾ സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടൊക്കെ നമുക്ക് തോന്നുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? യൂസ്ട്രെസ് എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഗോൾസ് ഓഫ് സൈക്കോളജി? എന്തൊക്കെയാണ് ഇതിൽ ഏതൊക്കെയാണ് സൈക്കോളജിയുടെ ഗോൾസ് എന്ന് പറയുന്നത്? ഓപ്ഷൻസ് വരുന്നത് ഡിസ്ക്രിപ്ഷൻ, എക്സ്പ്ലനേഷൻ, പ്രെഡിക്ഷൻ അല്ലെങ്കിൽ ഓൾ ഓഫ് ദ എബോവ്. ഇതിൽ ഏതായിരിക്കും? നമുക്ക് ആൻസർ നോക്കിയാലോ. നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഗോൾസ് ഓഫ് സൈക്കോളജി? ഡിസ്ക്രിപ്ഷൻ, എക്സ്പ്ലനേഷൻ, പ്രെഡിക്ഷൻ. ഓൾ ഓഫ് ദ എബോവ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നമ്മുടെ സൈക്കോളജീൻ്റെ ഗോൾസ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുക, അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, പ്രെഡിക്റ്റ് ചെയ്യാനും ഒക്കത്തിനും എല്ലാം സൈക്കോളജിയുടെ ഗോൾസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. പൊതുവെ എല്ലാവർക്കും പേടിയുള്ള ഒരു ഏരിയ ആണ് അസേർഷൻ ആൻഡ് റീസൺ എന്ന് പറയുന്ന ഒരു ഏരിയ. പൊതുവെ എല്ലാവർക്കും വളരെ പേടിയുള്ള ഒരു ഏരിയയാണ് ഈ അസേർഷൻ ആൻഡ് റീസൺ എന്ന് പറയുന്ന ഒരു ഏരിയ. ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മാത്രമേ ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ. എന്താണ് അസേർഷൻ എന്ന് പറയുന്നത്? ഹൈ കഫൈൻ കൺസപ്ഷൻ ക്യാൻ കോസ് ഫീറ്റൽ ഡെത്ത്. ഓക്കെ, ഹൈലി നമ്മൾ കഫൈൻ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് എന്താവും? കോസ് ഓഫ് ഫീറ്റൽ ഡെത്ത്. ഒരു അമ്മ അധികമായിട്ട് കഫൈൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇൻടേക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫീറ്റൽ ഡെത്ത് അല്ലെങ്കിൽ ആ ഗർഭസ്ഥ ശിശുവിൻ്റെ മരണത്തിന് കാരണമാവും എന്നുള്ളതാണ് ഫസ്റ്റ് അസേർഷൻ ആയിട്ട് പറയുന്നത്. റീസണോ?
ലോ കൺസപ്ഷൻ ഓഫ് കഫൈൻ ക്യാൻ എൻഹാൻസ് ഫീറ്റൽ ഹെൽത്ത്. അതായത് കുറച്ച് മാത്രം നമ്മൾ കഫൈൻ എടുത്താൽ അത് നമ്മളെ ഗർഭിണിയായിരിക്കുന്ന ഒരു അമ്മയുടെ കുട്ടിക്ക് അതിൻ്റെ ഹെൽത്ത് എൻഹാൻസ് ചെയ്യും, ഹെൽത്തിന് നല്ലതാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ റീസണിൽ പറയണത്. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. നോക്കിയേ, അപ്പോൾ ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ എക്സ്പ്ലനേഷൻ ഓഫ് എ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് നോട്ട് ദ എക്സ്പ്ലനേഷൻ ഓഫ് എ. പിന്നെ സി വരുന്നത് എ ഈസ് കറക്റ്റ് ആൻഡ് ആർ ഈസ് ഫോൾസ്. ഡി വരുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ ഇൻകറക്റ്റ്. ഏതായിരിക്കും ആൻസർ വരിക? ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ഗസ് ചെയ്ത് ഏതായിരിക്കും വരിക എന്നുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. നോക്കിയേ, എ ഈസ് കറക്റ്റ് ആൻഡ് ആർ ഈസ് ഫോൾസ്. എങ്ങനെയാണ് ഈ ഒരു ആൻസർ കിട്ടുകയെന്ന് ഞങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരാം. നമുക്ക് ഒന്നുകൂടി അസേഷനും റീസണും നോക്കാം അല്ലേ. ഹൈ കഫൈൻ കൺസപ്ഷൻ ക്യാൻ കോസ് ഫീറ്റൽ ഡെത്ത് അല്ലേ. ഹൈലി നമ്മൾ കഫൈൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗർഭസ്ഥ ശിശുവിൻ്റെ മരണത്തിന് കാരണമാവും അല്ലേ. അതിലാർക്കും ഡൗട്ട് ഉണ്ടാവില്ല, അത് ഉറപ്പ് തന്നെയാണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഫൈൻ ഇൻടേക്ക് നമ്മുടെ ഹെൽത്തിന് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ റീസൺ ഒന്ന് നോക്കിയേ, ലോ കൺസപ്ഷൻ ഓഫ് കഫൈൻ ക്യാൻ എൻഹാൻസ് ഫീറ്റൽ ഹെൽത്ത്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് മാത്രം കഫൈൻ എടുത്താൽ അത് ഫീറ്റസിൻ്റെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ആരോഗ്യത്തിന് അത് എൻഹാൻസ് ചെയ്യിക്കുമോ? ഒരിക്കലും ഇല്ല അല്ലേ. കഫൈൻ എപ്പോഴും നമ്മുടെ ഹെൽത്തിനെ വളരെ മോശകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഒരിക്കലും ഒരാളുടെ ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് റീസൺ എന്ന് പറയുന്നത് തെറ്റാവുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ അസേഷൻ മാത്രമാണ് ശരി. അപ്പോൾ എ ഈസ് കറക്റ്റ് ആൻഡ് ആർ ഈസ് ഫാൾസ്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, സപ്രഷൻ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഡാഷ്. ഏതൊക്കെയാണ് ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത്? റിട്രീവൽ ഫെയിലിയർ, ഫോർഗെറ്റിംഗ്, മോട്ടിവേറ്റർ ഫോർഗെറ്റിംഗ്, DK. ഏതായിരിക്കും ആൻസർ വരിക? റിട്രീവൽ ഫെയിലിയർ നമ്മൾ ഒരു ഇൻഫോർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇൻഫോർമേഷൻ നമ്മൾ ഓർത്തെടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ, അതിനാണ് നമ്മൾ റിട്രീവൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ഫോർഗെറ്റിംഗ് ആവുന്ന സമയത്തോ നമ്മളെ ഇൻഫോർമേഷൻസ് നമ്മൾ മറന്നു പോകുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ് എന്താണ് മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ്? നമ്മൾക്ക് എന്തെങ്കിലും ത്രെട്ടനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മോശം അനുഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അതൊരു ചൈൽഡ് അബ്യൂസ് ആവാം, അല്ലെങ്കിൽ നമ്മൾ കടന്നു വന്നിട്ടുള്ള ഒരുപാട് മോശം അനുഭവങ്ങളാവാം. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺഷ്യസ് ലെവലിൽ നിന്ന് നമ്മൾ അതിനെ സപ്രസ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ മാറ്റി വെക്കുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മൾ മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. DK ആവുന്ന സമയത്തോ കാലം കൂടുന്ന സമയത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഇല്ലാതായി പോകുന്നതിനെയാണ് DK എന്ന് പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും ഇതിൽ ആൻസർ? ഇപ്പോൾ ഇത്രയും പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഏതായിരിക്കും ആൻസർ വരുന്നത്? നമുക്ക് ആൻസർ ഒന്ന് നോക്കാം അല്ലേ. അതെ, മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ് ആണ് ആൻസർ വരുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ് മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ്. നമ്മളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അത് നമ്മൾ എവിടെയും തുറന്ന് പറയാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉടനീളം നമ്മളത് ഓർക്കാനോ ആഗ്രഹിക്കാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ചിലർക്കത് ചൈൽഡ് അബ്യൂസ് ആവാം, അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്തു നിന്നുണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ ആരുടെങ്കിലും വളരെ ഇഷ്ടപ്പെട്ട ആളുകളുടെ ഡെത്ത് ആയിരിക്കാം. ഇങ്ങനെയുള്ള ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാവരുടെ ലൈഫിലും സംഭവിച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് ചില സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. ആ സമയത്ത് നമ്മളത് കോൺഷ്യസ് ലെവലിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോട്ടിവേറ്റഡ് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എത്ര ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? 5 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് അല്ലേ. അപ്പോൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക, എല്ലാ പോർഷൻസും ക്ലിയർ ആയിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ.